ഹായ് ഹലോ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല മഴക്കാലമാണ്. ഈ സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതിൻ്റെ പേര് മുളക് വറുത്ത പുളി. ഇത് പാലക്കാടൻ സ്റ്റൈൽ ഒരു റെസിപ്പിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. എന്നിട്ട് കടുകൊന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് ചുവന്ന് വരണം. ഉലുവ ചുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 5-6 ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പിയിൽ ആകെ എരിവ് ഈ മുളകാണ് തരുന്നത്. അപ്പോൾ കൂടുതൽ മുളക് ചേർക്കുക. ഇനി മുളകൊന്ന് ചുവന്ന് വരട്ടെ. മുളക് ചുവന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് ചോക്കുന്ന വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞു വെച്ചതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം ചേർക്കാം. ഏകദേശം 1-1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്ന കണ്ടില്ലേ. ഇനി ഇതിൻ്റെ അരഭാഗമായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് വറുത്ത പുളി റെഡിയാണ്. ഇത് ചൂടോടുകൂടി നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പം ഈ കറി എന്തായാലും നിങ്ങൾ മഴക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.